ഇന്ന് ഞാൻ ഏത് കാര്യം സംസാരിക്കുവാനാണോ ഇവിടെ വന്നത് അത് ഏവരുടെയും ഉള്ളിൽ നേരത്തെ തന്നെ ഉണ്ട്. ഇത് ബാഹ്യ വിഷയമല്ല, പുറമേ നിന്നും എന്തെങ്കിലും നൽകുവാനില്ല. എന്നാൽ ഒരു കാര്യമുണ്ട്, നാം ഇത് കേട്ടിട്ടുണ്ട് എന്നത് തീർച്ചയാണ്. എന്താണോ നമുക്ക് വേണ്ടത്, എന്തിനെയാണോ നാം ആരാധിക്കുന്നത്, എന്തിനെ പറ്റിയാണോ ചിന്തിക്കുന്നത്, ഏത് ശാന്തിയാണോ നാം ആഗ്രഹിക്കുന്നത്, അത് നമ്മുടെ ഉള്ളിലുണ്ട്. ഇത്രയും നാം തീർച്ചയായും കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ കാര്യം നാം സ്വയം അനുഭവിക്കുന്നില്ലെങ്കിൽ, സ്വയം അനുഭവിക്കാതെ ബാഹ്യമായ കാര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നത് കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവും കിട്ടില്ല. ഈ ജീവിതത്തിൽ ചില കാര്യങ്ങൾ അപ്രകാരമാണ്. അവയുടെ അനുഭവം മനുഷ്യന് സ്വയം ഉണ്ടായേ തീരൂ. ഉദാഹരണം, ആഹാരം. ആരെങ്കിലും ആഹാരം വിളമ്പി നിങ്ങൾ ഭക്ഷിക്കുകയാണ്. വിളമ്പുന്ന ആൾ പറയുകയാണ്, മതി, ധാരാളമായി, നിങ്ങൾ ധാരാളം കഴിച്ചു, നിങ്ങളുടെ വിശപ്പ് ശമിച്ചു, ഇനി നിങ്ങൾ തിന്നേണ്ട കാര്യമില്ല, ഞാൻ പാത്രം കൊണ്ടുപോവുകയാണ്. അപ്പോൾ നിങ്ങൾ എന്തു പറയും? നിങ്ങൾക്ക് അപ്പോഴും വിശപ്പുണ്ടെങ്കിൽ പറയും, ഇപ്പോഴല്ല. എന്തെന്നാൽ ഇത് വ്യക്തിപരമായ കാര്യമാണ്. വേറൊരാൾക്ക് പറയാൻ പറ്റില്ല, നിങ്ങളുടെ ദാഹം ശമിച്ചു, വിശപ്പ് തീർന്നു എന്ന്. ഇന്ന് ഇവിടേക്ക് വരുന്ന അവസരത്തിൽ ഞാൻ ഒരു കാര്യം ആലോചിക്കുകയായിരുന്നു. നാം കണ്ടിട്ടുണ്ട്, സർക്കസ് നടക്കുമ്പോൾ, പ്രദർശനങ്ങൾ നടക്കുമ്പോൾ നടനോ നടിയോ പ്രകടനം കാഴ്ചവെക്കാറുണ്ട്. ഒരു കയറിലൂടെ നടക്കും, ഒരു കയർ കെട്ടിയിരിക്കും, അതിന്റെ മുകളിലൂടെ നടക്കണം. ആ കയർ നിലത്താണെങ്കിൽ ആർക്ക് വേണേൽ നടക്കാം. വീണുപോയാലും സാരമില്ല. എന്നാൽ അത് 100 മീറ്റർ 200 മീറ്റർ ഉയരത്തിലാണെങ്കിൽ എല്ലാവർക്കും പറ്റില്ല, എല്ലാവർക്കും നടക്കാൻ സാധിക്കില്ല. എന്തെന്നാൽ ഭയം തോന്നും, വീണുപോയാൽ മുറിവ് പറ്റും, ചിലപ്പോൾ മരിക്കുകയും ചെയ്യും. എന്നാൽ ആ നടൻ അല്ലെങ്കിൽ നടി അവർ പ്രദർശനം കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. കയ്യിൽ നീളമുള്ള ഒരു മുളവടി പിടിച്ചിരിക്കും. എന്നിട്ട് സാവധാനത്തിൽ തന്റെ കാലുകളാൽ എപ്പോഴും ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കും. എന്തെന്നാൽ ബാലൻസ് വിട്ടുപോയാൽ എന്താകും? ധടാം, താഴെ വന്ന് കിടക്കും. അപ്പോൾ ഓരോ ചുവട് വീതം സൂക്ഷിച്ചു വെച്ച് നടക്കുന്നു. ഓടാൻ പാടില്ല. ഒരു ചുവട് വയ്ക്കും, നോക്കും ബാലൻസ് ശരിയാണോ, വീണ്ടും ഒരു ചുവട് കൂടി മുൻപോട്ട് വയ്ക്കും, പിന്നീട് വീണ്ടും നോക്കും ബാലൻസ് ശരിയാണോ, വീണ്ടും ഒരു ചുവട് കൂടി മുൻപോട്ട് വയ്ക്കും. പതുക്കെ 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 ഓരോ ചുവടുകൾ വീതം വെച്ച് നടക്കുന്നു. ഞാനിത് എന്തിനാണ് നിങ്ങളോട് പറയുന്നത്? ഈ ഉദാഹരണം ഞാൻ എന്തിനു വേണ്ടിയാണ് പറയുന്നത്? ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളും അതേപോലെയാണ്. ഈ ജീവിതത്തിന്റെ കമ്പി വലിച്ചു കെട്ടിയിരിക്കുകയാണ്. നിങ്ങൾ ഏവരുടെയും, ഞാൻ ഓരോരുത്തരുടെയും കാര്യമാണ് പറയുന്നത്, കൂട്ടമായിട്ടല്ല. എന്നാൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും പറ്റി, ഓരോരുത്തർക്കും ആ ജീവിതമാകുന്ന കമ്പിയിൽ, കയറിൽ കൂടി നടക്കണം. വീണാൽ, വീണുപോയാൽ ശാരീരികമായ മുറിവല്ല പറ്റുന്നത്, മാനസികമായ മുറിവാണ് പറ്റുന്നത്.
ഉള്ളിൽ നിന്നും വേദന ഉണ്ടാകും, ഉള്ളിൽ നിന്നും ദുഃഖമുണ്ടാകും. ബാഹ്യമായി മുറിവ് പറ്റിയാൽ ഡോക്ടറുടെ അടുത്ത് പോകും, 2 ഗുളിക തരും, ഗുളിക തിന്നു, വേദന മാറി. എന്നാൽ ഈ ഉള്ളിലെ മുറിവില്ലേ, ഇത് ഉണ്ടാകുമ്പോൾ ഇത് 2 ഗുളിക വിഴുങ്ങുന്നത് കൊണ്ട് മാറുകയില്ല, ഇത് 3 ഗുളിക തിന്നാൽ മാറുകയില്ല, 4 ഗുളിക തിന്നാൻ മാറുകയില്ല. ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കും, ഉണ്ടായിക്കൊണ്ടിരിക്കും, ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്നാൽ നിങ്ങളുടെ കൈവശം എന്തുപായമാണ് ഉള്ളത്? തന്റെ ജീവിതത്തിൽ ആ സന്തുലനം നിലനിർത്തുവാൻ വേണ്ടി എന്തുപായമുണ്ട് നിങ്ങളുടെ കൈവശം? ആ കയറിൽ നിന്നും വീണു പോകാതിരിക്കുവാൻ വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഹാനി സംഭവിക്കാതിരിക്കാൻ എന്ത് മാർഗമാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? ഇവിടെ ആളുകൾ വന്നിരിക്കുന്നു, ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി വന്നു. ഇവിടെ ഇരിക്കുന്ന പല ആളുകളും പറയും, ഇല്ല, അങ്ങനെ ഒരു കാര്യവുമില്ല. ചിലർ പറയും, ജീവിതം കയറുപോലെയല്ല, ജീവിതം എങ്ങനെയോ അങ്ങനെ തന്നെയാണ്, ഈശ്വരൻ എങ്ങനെ നൽകിയോ അങ്ങനെ തന്നെ, എന്ത് സംഭവിക്കും എന്നത് ഈശ്വരന്റെ കൈകളിലാണ്. എന്നാൽ ചങ്ങാതി, മുറിവ് ഇവിടെയല്ലേ പറ്റുന്നത്? ഈശ്വരൻ, ഭഗവാൻ ചെയ്യുവാനുള്ളത് ചെയ്യുന്നു. എന്നാൽ അവിടുന്ന് നമുക്ക് എന്താണ് നൽകിയത്? ഒരു ദാഹം നൽകി. എന്ത് ദാഹം നൽകി? ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും എന്ത് ദാഹമാണ് നൽകിയിരിക്കുന്നത്? ശാന്തിക്കായുള്ള ദാഹം നൽകി. ശാന്തി എല്ലാവരും അവരുടെ ജീവിതം ആഗ്രഹിക്കുന്നു. വലിയ മനുഷ്യനാണെങ്കിലും ചെറിയ മനുഷ്യനാണെങ്കിലും പഠിപ്പുള്ളവനാണെങ്കിലും പഠിപ്പില്ലാത്തവനാണെങ്കിലും ശാന്തിയുടെ ഈ ദാഹം യാതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഈ ലോകത്തിലെ ആളുകൾ ഇങ്ങനെയാണ് വിലയിരുത്തുന്നത്, ഇയാൾ പണ്ഡിതനാണ്, ഇയാൾ നല്ലവനാണ്, ഇയാൾ പാമരനാണ്, അപരിഷ്കൃതനാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, കുറുകിയവനാണ്, തടിയനാണ്, മെലിഞ്ഞവനാണ്, നീണ്ടവനാണ്, കറുപ്പനാണ്, വെളുപ്പനാണ്. എന്നാൽ ശാന്തി അങ്ങനെയുള്ള കാര്യമാണ്, ശാന്തിക്കായുള്ള ദാഹം അങ്ങനെയാണ്. അത് യാതൊരു കാര്യവും ശ്രദ്ധിക്കുന്നില്ല. അത് എല്ലാവർക്കും അനുഭവപ്പെടുന്നു. എങ്ങനെ തോന്നും? അതായത് എനിക്കും എന്റെ ജീവിതം സഫലമാക്കണം. ഈ കയറിലൂടെ ഒരു വശത്ത് നിന്നും ഏതെങ്കിലും തരത്തിൽ എനിക്ക് മറുവശത്ത് എത്തണം. എനിക്ക് മറുവശത്ത് എത്താൻ കഴിഞ്ഞാൽ എനിക്ക് എന്റെ സ്വന്തം ജീവിതത്തിൽ ആ സാഫല്യം പ്രാപ്തമാകും. ഏത് സാഫല്യം പ്രാപ്തമാകും? എന്റെ ജീവിതത്തിലും ശാന്തിയുടെ അനുഭവം ഉണ്ടാകും. മറ്റാരോടെങ്കിലും പറയുന്ന അനുഭവമല്ല, സ്വന്തമായ അനുഭവം ഉണ്ടാകും. സ്വന്തം അനുഭവം ഉണ്ടാകുമ്പോൾ അപ്പോൾ എനിക്കും പറയാൻ കഴിയും സ്വന്തം ഹൃദയത്തിൽ നിന്നും. അങ്ങനെയല്ല, ഇന്ന് ആളുകൾ ഈശ്വരനോട് പ്രാർത്ഥിക്കാറുണ്ട്. അവരെന്താണ് പ്രാർത്ഥിക്കുന്നത്? ഹേ ഭഗവാനെ, നീ എന്നെ എന്തുകൊണ്ട് അങ്ങനെ സൃഷ്ടിച്ചില്ല? നീ എനിക്ക് ഇത് എന്തുകൊണ്ട് തന്നില്ല? അത് എന്തുകൊണ്ട് തന്നില്ല? നീ അവന് കൊടുത്തു, എന്നാൽ എനിക്ക് നൽകിയില്ല. എന്നാൽ എപ്പോൾ ഈ ഹൃദയമാകുന്ന പാത്രം ശാന്തിയാൽ നിറയ്ക്കുന്നു, അപ്പോൾ മനുഷ്യൻ അങ്ങനെ പറയില്ല. അപ്പോൾ മനുഷ്യൻ പറയും, ഹേ ഭഗവാനെ, നിനക്ക് വളരെ വളരെ നന്ദി, നീ ധന്യനാണ്, നീ എന്നെ സൃഷ്ടിച്ചു, എന്നിട്ട് എന്റെ ഉള്ളിൽ ആ ശാന്തിയുടെ ദാഹം ജനിപ്പിച്ചു, എന്നിട്ട് എന്റെ ജീവിതത്തിൽ എനിക്ക് ആ ശാന്തിയിൽ എത്തിച്ചേരുവാനുള്ള സൗകര്യവും ഉണ്ടാക്കി. ഇതല്ലേ ശ്രേഷ്ഠമായ കാര്യം? അന്യകാര്യങ്ങളല്ല. എപ്പോൾ വരെ ആ ശാന്തിയുടെ അനുഭവം നിങ്ങൾക്ക് സ്വയം ഉണ്ടാകുന്നില്ലയോ, അപ്പോൾ വരെ 10 തവണ ശാന്തി ശാന്തി എന്ന് ബഹളം വെക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല.
मैं किसी ഞാൻ ആരോടും പറയുന്നില്ല നിങ്ങൾ എന്തിലാണോ വിശ്വസിക്കുന്നത് അത് തെറ്റാണ്. ഞാൻ ആരോടും ഇത് പറയാറില്ല. मैं ये भी ഞാൻ ഇതും ആരോടും പറയാറില്ല. जो चीज ഏത് കാര്യമാണോ ഞാൻ കൊടുക്കുന്നത് അത് എന്നിൽ നിന്ന് മാത്രമേ സ്വീകരിക്കാവൂ. अंदर शांति होनी ഞാൻ ഇതാണ് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ ശാന്തി ഉണ്ടാകണം. എവിടെ നിന്നായാലും നേടുക. अगर मैं എനിക്ക് ആ ശാന്തി നിങ്ങൾക്ക് തരുവാൻ കഴിഞ്ഞാൽ നല്ല കാര്യം, कर सकूं तो अच्छी बात, ഇല്ലെങ്കിൽ സാരമില്ല. कोई बात नहीं। പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ശാന്തി ഉണ്ടാകണം. എവിടെ നിന്നായാലും വേണ്ടില്ല, से भी हो എങ്ങനെയായാലും വേണ്ടില്ല, പക്ഷേ ഉണ്ടാകണം. और असली शांति होनी യഥാർത്ഥ ശാന്തി ഉണ്ടാകണം, വ്യാജമായതല്ല. ഒരു ദിവസത്തേക്കല്ല, 2 ദിവസത്തേക്കല്ല, 3 ദിവസത്തേക്കല്ല, ആജീവനാന്തം ആ ശാന്തി തുടർന്നു പോകണം. लोग हैं അങ്ങനെയുള്ള ശാന്തി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണം. ചില ആളുകൾ പറയും, ചെയ്തോളൂ, പരിശ്രമിച്ചുകൊണ്ടിരുന്നോളൂ, പരിശ്രമം തുടർന്നോളൂ. മക്കളെ, അധ്വാനിച്ചുകൊണ്ടിരിക്കുക. और आखिर में അവസാനം എല്ലാം ശരിയായി മുൻപോട്ട് പോയാൽ तो तुमको शांति। നിങ്ങൾക്ക് ശാന്തി കിട്ടും. ये कैसा ഇതെങ്ങനെയുള്ള നിയമം ചങ്ങാതി? ये कैसा ഇതെന്ത് നിയമം? अगर ऐसा അങ്ങനെ ചെയ്താൽ മതിയായിരുന്നെങ്കിൽ, अगर ऐसा ഇതുകൊണ്ട് മതിയായിരുന്നെങ്കിൽ മുഴുകുക, തുടരുക, തുടർന്നു പോവുക. സ്വന്തം അനുഭവത്തിന്റെ കാര്യമേ ഇല്ല. करते रहो ഇത് തുടരുക, അത് തുടരുക, ചെയ്തുകൊണ്ടിരിക്കുക. और ऐसा ही अगर हो അങ്ങനെ തന്നെ മതിയായിരുന്നെങ്കിൽ तो फिर ये प्यास പിന്നെ ഈ ദാഹം എന്തിനു കൊടുത്തു? ये प्यास क्यों लगा? മനുഷ്യന് ജലത്തിനു വേണ്ടി मनुष्य को ദാഹം അനുഭവപ്പെടുന്നു. प्यास लगती है, അതുകൊണ്ട് വെള്ളവും ഉണ്ട്. ये तो गजब അങ്ങനെയായിരുന്നെങ്കിൽ കുഴപ്പമായേനെ. അതായത് ദാഹം കൊടുത്തു, പക്ഷേ ജലം സൃഷ്ടിച്ചില്ല. श्वास ले ശ്വാസം എടുക്കേണ്ട ആവശ്യമുണ്ട്, അതിനാൽ ശ്വാസവും സൃഷ്ടിച്ചു. श्वास भी बनाया, सारी എല്ലാ കാര്യങ്ങളും സ്രഷ്ടാവ് സൗകര്യപ്പെടുത്തിയിരിക്കുന്നു. परंतु എന്നാൽ നമുക്ക് ആ സൗകര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. आंखें കണ്ണുകൾ അടച്ചു. और क्या പിന്നെ എന്തു പറഞ്ഞു? അതായത്, ഞാൻ കയറിൽ കൂടി നടക്കാൻ തയ്യാറാണ്. താഴെ നിന്നും വിളിച്ചു പറയുക, करूं, क्या എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം, ഇനി എന്ത് ചെയ്യണം. ऐसा അങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ മനുഷ്യൻ താഴെ വീഴും. क्यों എന്തുകൊണ്ട്? എപ്പോൾ വരെ അനുഭവം ഇല്ലാതിരിക്കുന്നോ से आ रही हैं? പിന്നെ എല്ലാ കാര്യങ്ങളും വെളിയിൽ നിന്ന് വരുന്നു. जब तक എല്ലാം വെളിയിൽ നിന്ന് വരും. ഉള്ളിൽ നിന്നും മനുഷ്യർ അനുഭവം നേടുന്നില്ലെങ്കിൽ जब तक അതുവരെയും അവൻ ഇത് പറയാൻ കഴിയില്ല. അതെ, ഞാനും ആ കാര്യം അനുഭവിച്ചിട്ടുണ്ട്, എനിക്കറിയാം അതെന്താണെന്ന്. क्योंकि निज എന്തെന്നാൽ സ്വന്തം അനുഭവത്തെ, സഹജമായ അനുഭവത്തെ ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. पेट की बात नहीं, അതിനേതെങ്കിലും യുക്തിവാദത്തിന്റെ ആവശ്യമില്ല. की बात नहीं। അതിലുണ്ട് അഥവാ ഇല്ല എന്ന കാര്യമില്ല. और यही मैं लोग ഇത് എന്റെ അനുഭവമാണ്. ഇത് തന്നെയാണ് ഞാൻ ആളുകളോട് ചോദിക്കുന്നത്. क्योंकि जिस ഈ ലോകത്തിൽ നിങ്ങളുടെ അനുഭവം എന്ത്? होगे अपने पैर എന്നായിരിക്കുമോ നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കാൻ പോകുന്നത്? സ്വന്തം കാലിൽ, വല്ലവരുടെയും കാലിലല്ല. ആരോ പറഞ്ഞു ഇത് ചെയ്യ്, അതുകൊണ്ട് അതിൽ മുഴുകി. ശരി, ഇനി ഇത് തന്നെ ചെയ്യും, ഇത് തന്നെ ചെയ്യും, ഇത് തന്നെ ചെയ്യും. ലോകരുടെ എല്ലാം അവസ്ഥ ഇത് തന്നെ. सभी लोग यही എല്ലാവരും ഇത് തന്നെയാണ് ചെയ്യുന്നത്. कर रहे हो, എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? क्यों कर रहे हो? എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്? ഒരാൾ പറഞ്ഞിരുന്നു, ഏതോ ഒരാൾ പറഞ്ഞിരുന്നു, എന്റെ മുത്തശ്ശനും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്, മുതുമുത്തശ്ശനും ഇത് തന്നെയാണ് ചെയ്തിരുന്നത്. എന്നിട്ട് നിങ്ങളുടെ മുത്തശ്ശനും മുതുമുത്തശ്ശനും എന്ത് സംഭവിച്ചു? आए थे, വന്നവരെല്ലാം പോകും. आए, വന്നു, जीते थे, ചേതനയുണ്ടായിരുന്നു, कभी हंसते थे, ഒരിക്കൽ ചിരിച്ചിരുന്നു, ഒരിക്കൽ കരഞ്ഞിരുന്നു, कभी मनोरंजन। ചിലപ്പോൾ മാനസിക ഉല്ലാസത്തിനായി എവിടെയെങ്കിലും പോയിരുന്നു. अरे ये ഈ കാര്യങ്ങളെല്ലാം അവർക്കും സംഭവിച്ചു. हुई और अब चले ഇന്ന് അവർ ഇല്ല. क्या बचा है? ഇന്ന് എന്താണ് ശേഷിക്കുന്നത്? ഫോട്ടോ. फोटो बच ഫോട്ടോ ശേഷിച്ചു. वही അതേ पुरानी പഴയ ഫോട്ടോ. फोटो और उन फोटो ആ ഫോട്ടോകൾ നോക്കിയാൽ അതും പതുക്കെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. गायब हो रही हैं। धीरे धीरे അങ്ങനെ പോയി പോയി कुछ नहीं रहेगा ഒന്നും ശേഷിക്കുകയില്ല. ഇത് തന്നെയാണ് ലോകത്തിന്റെ അവസ്ഥ. क्यों എന്തുകൊണ്ട്? क्यों कि ये എന്തെന്നാൽ ഇതാണ് സ്രഷ്ടാവിന്റെ നിയമം. तुम्हारा समय നിങ്ങൾക്ക് സമയമാണ്. इस शरीर എപ്പോൾ വരെ ഈ ശരീരത്തിൽ
നിങ്ങളുടെ ഈ ശ്വാസം വരികയും പോവുകയും ചെയ്യുന്നോ അപ്പോൾ വരെ നിങ്ങൾക്ക് സമയമുണ്ട്. ഇത് നിങ്ങളുടെ സമയമാണ്. ഇത് മറ്റാരുടെയെങ്കിലും സമയമല്ല. ഇത് നിങ്ങളുടെ സമയമാണ്. എന്താണോ ചെയ്യേണ്ടത് അത് ഇപ്പോൾ ചെയ്യണം. ഇപ്പോൾ ഈ ശ്വാസം വന്നും പോയും ഇരിക്കുന്നു. ഈ ശ്വാസത്തിനുള്ളിൽ എന്താണ് ഒളിഞ്ഞിരിക്കുന്നത്? ഈ ശ്വാസത്തിൽ ഒളിഞ്ഞിരിക്കുന്നു ആ പ്രസാദം, സ്രഷ്ടാവിന്റെ ആ പ്രസാദം. ഇത് നേടുവാനായി, ഇതിനെ കൈക്കലാക്കുവാൻ വേണ്ടി എല്ലാവരും ഒരേപോലെ ഇച്ഛിക്കുന്നു. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയല്ലേ? സൗജന്യമായി വരുന്നു, സൗജന്യമായി പോകുന്നു. ഒന്നും ചെയ്യേണ്ടി വരുന്നില്ല. ഈ ശ്വാസം വരുന്നു, ഈ ശ്വാസം പോകുന്നു. വരുമ്പോൾ എന്താണ് കൊണ്ടുവരുന്നത്? എന്തു കൊണ്ടുവരുന്നു? നിങ്ങളുടെ ജീവിതം കൊണ്ടുവരുന്നു. ഏത് ദിവസം ഇതിന്റെ വരവ് നിൽക്കുന്നുവോ അന്ന് എന്തായിരിക്കും ശേഷിക്കുന്നത്? വലിയ വലിയ രാജാവിനെ പോലും ഒരുക്കുന്നു കൊണ്ടുപോകുവാൻ. പോകുവാനുള്ള സമയമായി. വലിയ വലിയ രാജാക്കന്മാരെ പോലും എന്തു ചെയ്യും? പട്ടടയുടെ മുകളിൽ വയ്ക്കും. ഒന്നും ശേഷിക്കുന്നില്ല. എന്തെന്നാൽ ഏത് വസ്തുവിനെയാണോ നാം പ്രേമിക്കുവാൻ പഠിക്കുന്നത്, യഥാർത്ഥത്തിൽ ആ വസ്തു ഈ ശരീരമല്ല, ഈ തൊലിയല്ല. അതാണ് ശ്വാസം. അത് നിങ്ങളുടെ ഉള്ളിലും വരുന്നു, എന്റെ ഉള്ളിലും വരുന്നു. ജ്ഞാനം അപ്രകാരം ഒന്നാണ്. അതിന് നിങ്ങളോട് പറയാൻ കഴിയുന്നു ആ ശ്വാസത്തിന്റെ മൂല്യം എന്താണെന്ന്. അതാണ് ജ്ഞാനം. അതാണ് ജ്ഞാനം. നിങ്ങൾക്കും മനസ്സിലാക്കാൻ സാധിക്കട്ടെ നിങ്ങളുടെ ഉള്ളിൽ എന്താണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് ഞാൻ ഓരോ സ്ഥലങ്ങളിലും ചെന്ന് ആളുകൾക്ക് കൊടുക്കുന്ന സന്ദേശം. അതായത് നിങ്ങളെ പോലെ ധനവാൻ ഈ ലോകത്തിൽ ഇല്ല. നിങ്ങളെ പോലെ ധനവാൻ, നിങ്ങളെ പോലെ പവിത്രൻ അല്ലേ? ഈ ക്ഷേത്രത്തിൽ നിങ്ങളുടെ ഉള്ളിൽ സാക്ഷാൽ ഭഗവാൻ, സാക്ഷാൽ ഈശ്വരൻ വിരാജിക്കുന്നു. ഏതെങ്കിലും ഒരു പവിത്ര സ്ഥാനമുണ്ടെങ്കിൽ ആ പവിത്ര സ്ഥാനം ഇതാണ്. എന്നാൽ ഇത്രയും പവിത്ര സ്ഥാനം ആയിരുന്നിട്ട് പോലും നമുക്ക് ആ കാര്യം തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താകും? അവസരം വന്നു, അവസരം കിട്ടി, മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, അവസരം കയ്യിൽ നിന്നും വഴുതിപ്പോയി. ഏതെങ്കിലും ദുഃഖകരമായ കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാമെങ്കിൽ ഏറ്റവും ദുഃഖകരമായ കാര്യം ഇതാണ്. ഏത് കാര്യമാണോ നമുക്ക് സ്വപ്നത്തിൽ പോലും, സ്വപ്നം കാണാൻ പോലും സാധിക്കാത്തത്, ആ വസ്തു നമുക്ക് പ്രദാനം ചെയ്യപ്പെട്ടിരിക്കുന്നു. എത്ര അമൂല്യമായ കാര്യമാണ് ഈ ഒരു ശ്വാസം. അല്പം ചിന്തിക്കുക. ഈ ലോകത്തിൽ നിങ്ങൾക്ക് വൈരക്കല്ല് വാങ്ങാം, മുത്തു വാങ്ങാം, ഭൂമി വാങ്ങാം, എന്നാൽ ശ്വാസം വാങ്ങാൻ സാധിക്കില്ല. ശ്വാസം വാങ്ങാൻ സാധിക്കില്ല. എന്തു വസ്തുവാണിത്? നിങ്ങൾക്ക് ആഹാരം പങ്കുവയ്ക്കാം, വെള്ളം പങ്കുവയ്ക്കാം, എന്നാൽ ഈ ശ്വാസം പങ്കുവയ്ക്കാൻ കഴിയില്ല. ഇതാരുടെയോ അവരുടേത് തന്നെ. ഇതിനെ കള്ളന് മോഷ്ടിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല. ഇത് ആരുടേതോ അവരുടേത് തന്നെ. എപ്പോൾ വരെ ഇതുണ്ടോ അപ്പോൾ വരെ ഉണ്ട്. ഇല്ലാതെ വന്നാൽ ഇല്ല. കുട്ടി വളരെ ചെറുതായിരിക്കുമ്പോൾ അതിന് മറ്റേതെങ്കിലും വസ്തുവിന്റെ അറിവില്ല. ഏതെങ്കിലും തരത്തിൽ അതിന് ദുഃഖമുണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ അതിന്റെ അമ്മ വരും. അമ്മ പറയും കരയരുത്. ഇപ്പോൾ അതിന് ഭാഷ അറിയില്ല, ഹിന്ദി ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ. കരയരുത്. അമ്മ ചോദിക്കും എന്താ കാര്യം, എന്തിനാണ് കരയുന്നത്? വിശക്കുന്നോ? അപ്പോൾ അമ്മ എന്ത് ചെയ്യും? അവളുടെ ധാരണയിൽ നിങ്ങൾക്ക് എന്ത് കുഴപ്പമാണോ, എന്ത് പ്രയാസമാണോ അത് പരിഹരിക്കുവാൻ ശ്രമിക്കുന്നു. അവൾക്ക് അറിഞ്ഞുകൂടാ എന്തിനാണ് കരയുന്നത് എന്ന്. വിശന്നിട്ടാണോ, ഉറക്കം വന്നിട്ടാണോ, അതോ മറ്റെന്തെങ്കിലും കുഴപ്പമുണ്ടോ? ചിലപ്പോൾ ഇത് നോക്കും, അത് നോക്കും, ചിലപ്പോൾ ഇത് ചെയ്യും, അത് ചെയ്യും.
എപ്പോൾ ആ കാര്യം അത് എന്ത് തന്നെ ആയാലും വിശന്നിട്ടായിരുന്നെങ്കിൽ തിന്നാൻ വല്ലതും കിട്ടിയാൽ, പാല് കിട്ടിയാൽ शांत ശാന്തം. क्यों ശാന്തം എന്തുകൊണ്ട്? സന്തുഷ്ടി കിട്ടി. उस समय ये ആ സമയത്ത് कोई लिहाज ഒരു സങ്കോചവും ഇല്ലായിരുന്നു. ഞാൻ क्या कहते हैं कि വല്ലവരുടെയും വീട്ടിലാണ്. ये मेरे को ഞാൻ എന്ന് പറയുവാൻ പാടില്ല. बड़े बड़े लोग വലിയ വലിയ ആളുകൾ വരുന്നു, വെക്കുവാൻ പാടില്ല. ആ സമയത്ത് വലിയ മനുഷ്യൻ വന്നാലും ചെറിയ മനുഷ്യൻ വന്നാലും, ഇനി അമ്മ സിനിമയ്ക്ക് കൊണ്ടുപോയി, ബസ്സിൽ പോയി, കാറിൽ പോയി, ടാക്സിയിൽ കൊണ്ടുപോയി, എവിടെ കൊണ്ടുപോയാലും വിശക്കുമ്പോൾ और जब भूख संतुष्ट വിശപ്പ് ശമിച്ചാൽ, തിന്നുവാൻ വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ प्राप्त हो സന്തുഷ്ടിയായി. संतुष्टि हो गई പിന്നെ ഇല്ല, എല്ലാം നേരെയായി. उससे आप थोड़ा सा बड़े അതിനേക്കാൾ നിങ്ങൾ അല്പം കൂടി വലുതായി. आप ही को ഞാൻ നിങ്ങളുടെ കഥ നിങ്ങളെ തന്നെ കേൾപ്പിക്കുകയാണ്. आपकी कहानी आप ही को നിങ്ങളുടെ കഥ നിങ്ങളെ തന്നെ കേൾപ്പിക്കുകയാണ്. അല്പം കൂടി വലുതായി, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാൻ തുടങ്ങി. माँ भी खिलौना लाती थी അമ്മ കളിപ്പാട്ടം കൊണ്ടുവരും. कुछ नहीं पता लगता ഒന്നും അറിയാൻ കഴിയാത്തപ്പോൾ എന്താണ്, എന്ത് കാര്യമാണ്, എന്തിനാണ് കരയുന്നത്, അപ്പോൾ കളിപ്പാട്ടം കുലുക്കി കാണിക്കും. थोड़ा सा देख ശ്രദ്ധ ആകർഷിക്കുവാൻ വേണ്ടി, थोड़ा सा पानी അതിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ആളുകൾ ശ്രമിക്കുമായിരുന്നു. थोड़ा सा ध्यान इधर उधर हो ശ്രദ്ധ അല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ അല്പനേരത്തേക്ക് ദുഃഖത്തിന്റെ കാര്യം മറന്നുപോകുന്നു. थोड़ी देर के लिए കുറച്ച് സമയത്തേക്ക് എന്ത് ദുഃഖമാണ് എന്ന കാര്യം മറന്നു. पड़ती रही അതേ കാര്യങ്ങൾ ശീലമായിക്കൊണ്ടിരുന്നു. क्या हो रहा है സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഇത് മറന്നുകൊണ്ടിരുന്നു. അല്പം മനസ്സിനെ രസിപ്പിക്കാൻ, അതിനെ മനോരഞ്ജനം എന്ന് പറയും. के लिए അതിനായി മനസ്സിനെ അല്പം മേയ്ക്കുവാൻ വിട്ടു, മനസ്സിന് രസം പകരാൻ. ഏത് കാര്യമാണ് മറന്നുകൊണ്ടിരുന്നത്? എന്ത്? ഒരിക്കലും നിങ്ങൾ ചിന്തിച്ചില്ല. നിങ്ങൾക്ക് മനസ്സിനെ രമിപ്പിക്കേണ്ട ആവശ്യം എന്താണ്? मैं बताता हूँ क्या जरूरत है ഇത് അത് തന്നെയാണ്. ചെറിയ ചെറിയ കിലുക്കാമ്പെട്ടി കൊണ്ടുവന്ന് അമ്മ ഇങ്ങനെ കിലുക്കുമായിരുന്നില്ലേ? ഇന്ന് അതേ കിലുക്കാമ്പെട്ടി बड़ा झुंझुन വലിയ കിലുക്കാമ്പെട്ടി ആയിരിക്കുന്നു. आज ഇന്ന് बड़े വലിയ വലിയ പരസ്യങ്ങൾ, बड़े बड़े വലിയ സിനിമാശാലകൾ, കോടികളുടെ വ്യവസായശാലകൾ. അതുകൊണ്ട് അല്പസമയം ഇരുന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും മറക്കാൻ കഴിയും. करोड़ों रुपए കോടിക്കണക്കിന് പണം അതിൽ ചെലവാക്കപ്പെടുന്നു. 2 घंटे के लिए 2 മണിക്കൂർ 3 മണിക്കൂർ സമയം മാനസിക ഉല്ലാസം നേടുവാൻ വേണ്ടി. ये हालत हो गई ഇതാണ് സ്ഥിതി. ഇത്രയും മോശമായ സ്ഥിതിവിശേഷം സംജാതമായിരിക്കുന്നു. അതായത് ശ്രദ്ധ മുഴുവനും വെളിയിലേക്ക്, ചിന്ത മുഴുവനും പുറത്തേക്ക്. എന്തെല്ലാം ഉണ്ടോ എല്ലാം പുറത്തേക്ക് പോകുന്നു. എന്നിട്ട് ഉള്ളിലെ കാര്യം മറന്നിരിക്കുന്നു. मैं यहाँ क्यों आया ഞാൻ ഇവിടെ എന്തിനു വന്നു? आपको अंदर की चीज നിങ്ങളെ ഉള്ളിലെ വസ്തുവിന്റെ കാര്യം ഓർമ്മപ്പെടുത്താൻ വന്നു. इसलिए അതിനു വേണ്ടിയാണ് വന്നത്. कि जिस भूख ഏത് വിശപ്പ് മൂലമാണോ നിങ്ങൾ കരഞ്ഞത്, वो भूख भी ആ വിശപ്പും നിങ്ങളുടെ ഉള്ളിലുണ്ട്, जिससे ഒപ്പം ആഹാരവും. ഏതിനാലാണോ നിങ്ങൾക്ക് തൃപ്തി വരുന്നത്, അതും നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഏത് ദാഹത്താലാണോ നിങ്ങൾക്ക് സമാധാനം നശിച്ചത്, ആ ദാഹവും നിങ്ങളുടെ ഉള്ളിലുണ്ട്. ആ കിണർ ഏതിലാണോ ആ വെള്ളമുള്ളത്, അതും നിങ്ങളുടെ ഉള്ളിലുണ്ട്. और अगर असली ശരിയായ മനോരഞ്ജനം വേണമെങ്കിൽ तो इस ध्यान ഈ ശ്രദ്ധയെ വെളിയിൽ നിന്നും തിരിച്ച് ഉള്ളിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ അങ്ങനെയുള്ള മനോരഞ്ജനം കിട്ടും. അങ്ങനെയുള്ള മനോരഞ്ജനം കിട്ടും. ജീവിതകാലം മുഴുവനും ആനന്ദപൂരം കൊണ്ട് നിറയും. असली आनंद नकली आनंद വാസ്തവമായ ആനന്ദം 2 തരം ആനന്ദമല്ല. 1 മണിക്കൂർ നേരം ആനന്ദമല്ല, 2 മണിക്കൂർ ആനന്ദമല്ല, 3 മണിക്കൂർ ആനന്ദമല്ല. ആജീവനാന്തം ആനന്ദം, सारी जिंदगी भर ജീവിതകാലം മുഴുവനും ആനന്ദം. മനുഷ്യന് ജീവിതത്തിൽ ഇത് സംഭവിക്കണം. यही तो मिला है എന്തെന്നാൽ ഇത് തന്നെയാണ് അവന് കിട്ടിയിരിക്കുന്നത്, यही तो मिला है ഇത് തന്നെയാണ് അവന് ലഭിച്ചിരിക്കുന്നത്. ഞാൻ ഇതല്ല പറയുന്നത് നിങ്ങൾ അവിടെ പോകണം, ആ മരത്തിൽ നിന്നും ഫലം പറിക്കണം, ഫലം തിന്നണം, അതിനുശേഷം നിങ്ങൾക്ക് തൃപ്തി ഉണ്ടാകും. ഇല്ല, मैं ये कह ഞാൻ ഇതല്ല പറയുന്നത്. ഏത് വിശപ്പാണോ ഉള്ളത് അതും ഉള്ളിലാണ്. എന്താണോ സന്തുഷ്ടി നൽകുന്നത് അതും ഉള്ളിലാണ്. रहा हूं ആളുകൾ ഞാൻ പറയുന്നത് കേൾക്കുന്നു.
പല ആളുകളും പറയുന്നു, എനിക്കൊന്നും മനസ്സിലായില്ല. क्या कहा? എന്തു പറഞ്ഞു? मैं यही तो कह रहा हूँ. എന്തു പറഞ്ഞു? ഞാൻ ഇത് തന്നെയാണ് പറയുന്നത്. അഭിലാഷവും ഉള്ളിലുണ്ട്, അഭിലാഷം പൂർത്തിയാക്കുന്ന വസ്തുവും ഉള്ളിലുണ്ട്. सब कुछ अंदर है. എല്ലാം ഉള്ളിലുണ്ട്, कुछ दिया है. എല്ലാം നൽകിയിരിക്കുന്നു. नहीं छोड़ी बनी. അങ്ങനെ യാതൊന്നും സ്രഷ്ടാവ് വിട്ടുകളഞ്ഞില്ല. कोई ऐसी चीज नहीं. പ്രദാനം ചെയ്യുന്ന കാര്യത്തിൽ ഒരു കുറവും സ്രഷ്ടാവ് വരുത്തിയിട്ടില്ല. പക്ഷേ കാര്യം ഇതാണ്, ആളുകൾ മറന്നുപോയി. ആ കാര്യം മറന്നുപോയി. സത്യമായും നാം ഇവിടെ എന്തിനാണ് വന്നത്? നമുക്കും നമ്മുടെ ജീവിതം സഫലമാക്കണം എന്ന കാര്യം മറന്നുപോയി. അന്യരുടെ വാക്കുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തു. അതെ, ഇന്ന വ്യക്തി, ഇന്ന മഹാത്മാവ് എന്റെ ജീവിതം സഫലമാക്കി, അയാൾ വളരെ ധന്യനാണ്. എന്നാൽ നമ്മളും ഒരു ജീവിയാണ്, നമ്മളും ഒരു ജീവിയാണ്, हम तो जीव हैं. നമ്മൾ ഒരു സാധാരണ മനുഷ്യനാണ്. हमारा जीवन कहाँ? നമ്മുടെ ജീവിതം എവിടെ സഫലമാകും? എടോ, ജീവിതം ജീവിതമാണ്. तो जीवन है. ജീവിതം ജീവിതം തന്നെ. എന്റെ ആ വലിയ മഹാത്മാവിന്റെ ശ്വാസം നടന്നിരുന്നില്ലേ? चलता था. നടക്കുന്നുണ്ടായിരുന്നു. और जिस दिन चलना എന്ന് ഇത് നടക്കുന്നത് നിൽക്കുന്നുവോ, वही हाल അന്ന് അതേ അനുഭവം ഉണ്ടാവും. എന്താണോ എല്ലാവർക്കും സംഭവിക്കുന്നത്. पहुंचा हुआ है. അങ്ങ് കൊമ്പത്തെത്തിയവനായാലും എത്താത്തവനായാലും ഈ ശ്വാസം എന്തേ ആരെങ്കിലും പരിഗണിക്കുമോ? ഇത് കിട്ടിയിട്ടുണ്ട്, കിട്ടിക്കൊണ്ടിരിക്കുന്നു. राम नाम की. രാമനാമത്തിന്റെ കൊള്ളയടി നടക്കുന്നു. राम नाम है. രാമനാമം എന്ന ധനത്തിന്റെ കൊള്ളയടി നടക്കുന്നു. കൊള്ളയടിക്കാമെങ്കിൽ കൊള്ളയടിക്കുക, അല്ലെങ്കിൽ പ്രാണൻ പാഴായി പോകും. फिर पछताने से क्या हो? പിന്നെ പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല. फिर ये कहने से क्या हो? പിന്നീട് ഇത് പറഞ്ഞിട്ട് എന്ത് പ്രയോജനം, അല്ലേ? क्योंकि ये होता है. എന്തെന്നാൽ ഇത് മനുഷ്യന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. कोई कहता है ചിലർ പറയും, എന്റെ ജീവിതത്തിൽ ഇനി മുതൽ ദുഃഖം വരാൻ പാടില്ല. എടോ, दिन आता है. പകൽ വരും, പിന്നെ രാത്രി വരും. അതുപോലെ क्या तैयारी करनी है? സുഖവും വരും, ദുഃഖവും വരും. എന്ത് തയ്യാറെടുപ്പാണ് നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്, ദുഃഖം ഉണ്ടാകുമ്പോൾ അതിൽ ഉലയാതിരിക്കുക. बचे रहो. വരും, തീർച്ച. നോക്കൂ, മഴക്കാലം വരുമ്പോൾ ആളുകൾ എന്താണ് ചെയ്യാറ്? കുടയും കരുതും. എന്തിനു വേണ്ടി കുട കരുതും? കുട തുറക്കുന്നത് കൊണ്ട് खोलने से മഴ പെയ്യില്ലേ? बारिश नहीं होगी. കുട തുറന്നാൽ മഴ പെയ്യാതിരിക്കുമോ? छाता खोलने से बारिश नहीं പെയ്യും. होगी. कैसे नहीं എന്തുകൊണ്ട് പെയ്യില്ല? होगी? पर भीग മഴ തീർച്ചയായും പെയ്യും, എന്നാൽ നനയേണ്ടി വരില്ല. और तैयारी അതുകൊണ്ട് കൂടെ കുടയും കൊണ്ടുപോകും. की बारिश തയ്യാറെടുപ്പ്. മറ്റെന്താണ് വേണ്ടത്? जब ദുഃഖത്തിന്റെ ആ മഴ പെയ്യുമ്പോൾ നമ്മൾ നനയരുത്. ये प्रबंध करना है. സുഖത്തിന്റെ മഴ പെയ്യുമ്പോൾ നല്ലവണ്ണം നനഞ്ഞോട്ടെ. ഇതിന്റെ ഒരുക്കങ്ങളാണ് ജീവിതത്തിൽ വേണ്ടത്. എപ്പോൾ വരെ നാം നമ്മുടെ ഉള്ളിലെ വസ്തുവിനെ തിരിച്ചറിയുന്നില്ലയോ, അപ്പോൾ വരെ ഈ ഒരുക്കങ്ങൾ സംഭവ്യമല്ല. ഇത് പറയാനാണ് ഞാൻ വന്നത്. मैं क्या देता हूँ लोगों को? ഞാൻ എന്താണ് ആളുകൾക്ക് കൊടുക്കുന്നത്? ഞാൻ കൊടുക്കുന്നു ജ്ഞാനം. 4 ക്രിയകൾ ആളുകൾക്ക് കൊടുക്കുന്നു. അത് പുറത്തേക്ക് പായുന്ന ശ്രദ്ധയെ ഉള്ളിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. उसके बाद क्या होगा? പിന്നീട് എന്ത് സംഭവിക്കും? उसके बाद क्या होगा? പിന്നെ എന്തുണ്ടാകും? क्या होगा? എന്ത് സംഭവിക്കും? ये आनंद. അതിനുശേഷം ആനന്ദം തന്നെ, ആനന്ദമായിരിക്കും. मेरे पास लोग आते हैं. എൻ്റെ അടുത്ത് ആളുകൾ വരുന്നു. എൻ്റെ അടുത്ത് ആളുകൾ വന്നിട്ട് പറയും, മഹാരാജി, ഞങ്ങൾ വിശക്കുന്നവരാണ്, ഞങ്ങൾക്ക് തിന്നുവാൻ വല്ലതും തരിക. ഞാൻ എന്താണ് കൊടുക്കുന്നത്? ഞാൻ അവരെ മാങ്ങയല്ല തീറ്റിക്കുന്നത്, ഞാൻ വിത്താണ് കൊടുക്കുന്നത്. പറയും, ഈ വിത്ത് എടുത്തോളൂ. പലരും ഈ വിത്തിലേക്ക് നോക്കും, പറയും, ഈ വിത്തോ? ഞങ്ങൾക്ക് വിശക്കുന്നു, അതിന് ഈ വിത്ത് നൽകി. ഈ വിത്ത് എങ്ങനെ ഭക്ഷിക്കും? क्योंकि लोग यही अपेक्षा करते എന്തെന്നാൽ ആളുകൾ ഇതാണ് ആവശ്യപ്പെടുന്നത്, മഹാരാജി, ഞങ്ങൾക്കും വല്ലതും തരിക, ഞങ്ങൾക്കും വല്ലതും തിന്നാൻ തരിക. അപ്പോൾ ഞാൻ തിന്നാനാണ് തരുന്നത്. ഇത് വിതയ്ക്കുക, നന്നായി പരിപാലിക്കുക, हैं. इसमें पानी डालो. ഇതിന് വെള്ളമൊഴിക്കുക. ये भी അങ്ങനെ ഒരു ദിവസം ഇതും വലുതായി വൃക്ഷമാകും. വലുതായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ആരോടും യാചിക്കേണ്ട ആവശ്യം ഉണ്ടാകില്ല. എത്ര മാങ്ങ വേണമെങ്കിലും കേമത്തിലിരുന്ന് തിന്നുക. फिर मांगने की जरूरत नहीं रहेगी. പിന്നെ യാചിക്കേണ്ട ആവശ്യം വരില്ല. നാനാ സ്ഥലങ്ങളിൽ പോകേണ്ട ആവശ്യം വരില്ല. അലഞ്ഞു തിരിയേണ്ടി വരില്ല. നിങ്ങൾക്കും മുറ്റത്ത് ഒരു മാവുണ്ടായിരിക്കും. നിങ്ങൾക്കും ഇത് പറയേണ്ട ആവശ്യം വരില്ല, അവന്റെ മുറ്റത്താണെങ്കിൽ മാവുണ്ട്, എന്റെ മുറ്റത്തില്ല. महाराज देते हैं. ഗുരു മഹാരാജ് ഇതാണ് നൽകുന്നത്. എന്ത്? വിത്ത് നൽകുന്നു. എന്നാൽ പലർക്കും ഇത് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. വിത്ത് ലഭിച്ചു, വിത്ത് വിതയ്ക്കണം. ആര് വിതയ്ക്കുന്നു, അയാളുടെ വിളവ് തീർച്ചയായും തയ്യാറാകും. कई लोग हैं जो कहते हैं इतनी ധാരാളം പേരുണ്ട്, പറയും, അത്രയ്ക്ക് നല്ല കാര്യമാണെങ്കിൽ ഇപ്പോൾ തരിക, പെട്ടെന്ന് തരിക. अरे धीरे धीरे रे मना. എടോ, ഹേ മനസ്സേ, മെല്ലെ മെല്ലെ എല്ലാം സംഭവിക്കും. തോട്ടക്കാരൻ 100 കുടം ജലം ഒഴിച്ചാലും
ഋതു വരുമ്പോഴേ ഫലമുണ്ടാവൂ. अपनी प्यास को നിങ്ങളുടെ ഋതു എപ്പോൾ വരും? നിങ്ങൾ സ്വന്തം ദാഹം തിരിച്ചറിയുമ്പോൾ. അന്ന് നിങ്ങളുടെയും ഋതു വരും, നിങ്ങളുടെ വിളവും തയ്യാറാകും. प्यास को नहीं समझ पाओगे तब तक तुम നിങ്ങൾക്ക് സ്വന്തം ദാഹം മനസ്സിലാക്കാൻ കഴിയാതിരിക്കുന്ന കാലം വരെ നിങ്ങൾ വിതച്ചുകൊണ്ടിരിക്കും, എന്നാൽ പാഴ്നിലത്ത് വിതച്ചുകൊണ്ടിരിക്കും. എന്ന് നിങ്ങൾക്ക് സ്വന്തം ദാഹം മനസ്സിലാക്കാൻ കഴിയുന്നു, അന്ന് എങ്ങനെയെന്നാൽ സത്യമായും എൻ്റെ ഉള്ളിലും ദാഹമുണ്ട്. അതല്ല ഇന്ന ആളുകൾക്ക് ദാഹമുണ്ടായി, അവർ അവരുടെ ജീവിതം സഫലമാക്കി. അല്ല, എൻ്റെ സമയം വന്നിരിക്കുന്നു, मेरा समय आ गया है. എന്റെ സമയം വന്നു ചേർന്നു. എന്തെന്നാൽ എൻ്റെ ഉള്ളിലും ആ ശ്വാസം നടന്നുകൊണ്ടിരിക്കുന്നു. എനിക്കും എൻ്റെ ജീവിതം പരിപൂർണമായി സഫലമാക്കാൻ കഴിയും. ये है असली बात. ഇതാണ് നേരായ കാര്യം. ഇതാണ് യഥാർത്ഥ കാര്യം. चीजें संसार മറ്റെല്ലാ കാര്യങ്ങളും കാലാകാലങ്ങളിൽ മാറിക്കൊണ്ടിരിക്കും. മനുഷ്യനും മാറിക്കൊണ്ടിരിക്കും, മെല്ലെ മെല്ലെ. क्यों? സെൽഫോൺ ഇല്ലാതിരുന്ന കാലത്ത് सेल फोन नहीं थे. ഏത് കാര്യത്തിന്റെ ചിന്തയായിരുന്നു? അന്യകാര്യങ്ങളുടെ ചിന്ത. सबका ഇന്ന് എല്ലാവരുടെയും ചിന്ത ഒരേ കാര്യത്തിലാണ്. फोन आ रहा है, किसी का ആരുടെ ഫോൺ വരുന്നു? ഞാൻ കണ്ടിട്ടുണ്ട്, ആളുകളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചിലരുടെ ഒരു കൈ കീശയിൽ വെച്ചിരിക്കും. हाथ जेब में रखा हुआ है. അയാളെ ആളുകൾ के लोग देखते ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. कॉल आ रही है. ആരുടെ കോളാണ്? സെൽഫോൺ വിളിക്കുമ്പോൾ जब सेल फोन करता है ना, ധർ 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 ധർ, जान जाते हैं कि അപ്പോൾ മനസ്സിലാക്കാം ആരുടെയോ കോൾ വന്നിരിക്കുന്നു, जब ये हृदय करता है ना, ഒരാളുടെ കോൾ വന്നിരിക്കുന്നു. എന്നാൽ ഈ ഹൃദയം വിളിക്കുമ്പോൾ ധക് 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 ധക്, ये भी किसी की कॉल आ रही ഇതും ആരുടെയോ കോൾ വരികയാണ്, है. ये भी किसी की कॉल आ रही ഇതും കോൾ വരികയാണ്. है. तुम्हारे ഈ വരുന്ന കോളാണ് നിങ്ങളുടെ ഹൃദയത്തിന്റെ കോൾ. അതായത് തന്റെ ജീവിതം സഫലമാക്കുക, जीवन को सफल बना. സ്വന്തം ജീവിതം സഫലമാക്കുക. डालोगे तुम इस ഇനി എപ്പോഴാണ് जेब തന്റെ ഹൃദയമാകുന്ന കീശയിൽ കൈയിടുന്നത്? कॉल को कहोगे ഞാൻ നിന്റെ കോൾ എടുക്കുവാൻ തയ്യാറാണ്, के लिए तैयार, എന്നോട് സംസാരിക്കുക, मेरे से बात करो ഞാനും ഹലോ പറയുവാൻ തയ്യാറാണ്. के लिए तैयार नहीं. എന്നാൽ ആളുകൾ ആ കോൾ വരുമ്പോൾ, ആ മണി മുഴങ്ങുമ്പോൾ ഫോൺ തന്നെ ഓഫ് ചെയ്ത് വെക്കും. ഇതെന്താണ്? എനിക്ക് അറിഞ്ഞൂടാ. എനിക്കറിയാം, എൻ്റെ ഉള്ളിൽ ജിജ്ഞാസ തീർച്ചയായും ഉണ്ട്. എന്നാൽ എന്ത് കാര്യത്തിന്റെ ജിജ്ഞാസയാണ് അതെനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറയുന്നു, അതേ കാര്യത്തിന്റെ ജിജ്ഞാസയാണ് നിങ്ങളുടെ ഉള്ളിൽ തന്റെ ജീവിതം സഫലമാക്കുവാൻ. ഓരോ ശ്വാസത്തെയും മനസ്സിലാക്കുക. വേണേൽ എത്ര തന്നെ സമയം പാഴാക്കിയിട്ടുണ്ടെങ്കിലും തന്റെ ഒരു ദിവസം സഫലമാക്കിയാൽ നിങ്ങളുടെ ജീവിതം മുഴുവനും സഫലമാകുന്നു. लोग कहते ആളുകൾ പറയാറില്ലേ, ഇനിയിപ്പോൾ ഈ കാര്യങ്ങളിൽ താല്പര്യം ഉണ്ടായിട്ട് എന്ത് പ്രയോജനം? 80 साल के हो, എനിക്ക് പ്രായം 80 80 വയസ്സായെങ്കിൽ സാരമില്ല. തന്റെ ഒരു ദിവസം പ്രയോജനപ്പെടുത്തുക. ഒരു ദിവസം ആ കാര്യം തിരിച്ചറിയുക. നിങ്ങൾ ഇവിടെ എന്തിനാണ് വന്നത്? തന്റെ ഒരു ദിവസത്തെ സഫലമാക്കുക. ഒരു ദിവസം തന്റെ ഹൃദയത്തിന്റെ ശബ്ദം കേൾക്കുക. ഒരു ദിവസം, വെറും ഒരു ദിവസം और उस ആ ശബ്ദത്തിൽ ഉള്ളിൽ നിന്നും വരുന്ന ആ ഏം ശബ്ദം കേൾക്കുക. तो तुम्हारा അപ്പോൾ നിങ്ങളുടെയും ജീവിതം സഫലമാകും. बड़े बड़े വലിയ അവകാശവാദമാണിത്. संसार में ലോകമെമ്പാടും ചുറ്റി നടന്ന് ഞാൻ ഇത് തന്നെയാണ് ആളുകളോട് പറയുന്നത്. ये सिर्फ ഇത് പാഴ്വാക്കുകളല്ല. हम ഞാൻ രാഷ്ട്രീയത്തിലില്ല സോദര. शब्द कुछ और പറയുന്നത് വേറൊന്നാണ്, ചെയ്യുന്നത് മറ്റൊന്നും. ഇല്ല, അങ്ങനെയുള്ള കാര്യമില്ല. ഞാൻ ആളുകളോട് പറയുന്നു, ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് ഞാൻ ഗ്യാരണ്ടി കൊടുക്കുന്നു. अगर जो हम ഞാൻ കൊടുക്കുന്നത് അതിൽ നിന്നും നിങ്ങൾക്ക് ശാന്തി കിട്ടുന്നില്ലെങ്കിൽ സാരമില്ല, വേറെ തേടുക. पर हम പക്ഷേ ഞാൻ അതിന് തയ്യാറാണ്. के लिए ഞാൻ അതിന്റെ പുറകിൽ തന്നെയാണ്. जो हम देते എന്താണോ ഞാൻ കൊടുക്കുന്നത്, ഇത് വെറും വാക്കുകളുടെ കളിയല്ല. क्योंकि എന്തെന്നാൽ എന്നേക്കാൾ നന്നായി പറയുന്നവർ ധാരാളമുണ്ട്. ठीक है, ശരി തന്നെ, ഞാൻ 3-ാമത്തെ വയസ്സ് മുതൽ ആളുകളെ കേൾപ്പിക്കാൻ തുടങ്ങി. परंतु बोलने वाले എന്നാൽ എന്നേക്കാൾ നന്നായി സംസാരിക്കുന്നവരുണ്ട്. किसी ने हमसे ആരോ എന്നോട് പറഞ്ഞു, कि जब आप छोटे थे താങ്കൾ ചെറുതായിരുന്നപ്പോൾ താങ്കളും ഇതേപോലെ ആവേശത്തോടെ സംസാരിച്ചിരുന്നു. എനിക്കും ആവേശമുണ്ട്. എന്തുകൊണ്ട് ആവേശമുണ്ട്? എന്തെന്നാൽ എനിക്കറിയാം, ഞാൻ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ജീവിതം സഫലമായിട്ടുണ്ട്. അതിന്റെ ആനന്ദം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിന്റെയും ആനന്ദം ഒന്ന് വേറെയാണ്.
നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. ആളുകൾ ചോദിക്കും, ഞങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടു, ഇനിയും എന്ത് ചെയ്യേണ്ടി വരും? വീണ്ടും കേൾക്കുക. പെട്ടെന്ന് വാങ്ങണം എന്ന് ഞാൻ പറയുന്നില്ല. ഇല്ല, അന്ധവിശ്വാസത്തോടു കൂടിയല്ല. കണ്ണുകൾ തുറന്നിട്ട് എന്തേ നിങ്ങൾ സത്യമായും ഇത് ആഗ്രഹിക്കുന്നുവോ? ആദ്യമായി നിങ്ങളുടെ ദാഹം മനസ്സിലാക്കുക. അല്ലാതെ ലൈനിൽ വന്ന് നിൽപ്പായി വെള്ളം കുടിക്കാൻ. എന്തിനാണ് നിൽക്കുന്നത്? താങ്കൾ പറഞ്ഞിരുന്നു അവിടെ വെള്ളം കിട്ടുമെന്ന്. ദാഹമുണ്ടോ അതോ ഇല്ലേ? അതോ ലൈനിൽ നിൽക്കണമെന്നേ ഉള്ളൂ? ഓരോ കാര്യത്തിനും ആളുകൾ ലൈനിൽ നിൽക്കാറില്ലേ? എല്ലാത്തിലും ലൈൻ. സിനിമാ തിയേറ്ററിൽ പോകുമ്പോഴും ലൈൻ, കടയിൽ പോയാലും ലൈൻ, ഡ്രൈവിംഗ് ലൈസൻസ് വാങ്ങാൻ പോയാൽ ലൈൻ. ഗുരു മഹാരാജി വന്നു. ഗുരു മഹാരാജി ജ്ഞാനത്തിന്റെ കാര്യം പറഞ്ഞു. ആളുകൾ ലൈനിൽ നിൽക്കാൻ തുടങ്ങി. ഇല്ല 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 ഇല്ല, ലൈനിൽ നിൽക്കേണ്ട ആവശ്യമില്ല. തന്റെ ഉള്ളിലെ ദാഹം മനസ്സിലാക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെ ദാഹം നിങ്ങൾ മനസ്സിലാക്കുന്ന ദിവസം നിങ്ങൾ സ്വയം അവിടേക്ക് പോകും. എവിടെയാണോ ജലം ഉള്ളത് സ്വയം അവിടേക്ക് പോകും. എന്നിട്ട് തന്റെ ദാഹം പൂർത്തീകരിക്കും. നിങ്ങൾക്ക് ദാഹിതനായി കഴിയേണ്ട ആവശ്യമില്ല. വെറും കൈയോടെ നിങ്ങൾ ഈ ലോകത്തിൽ വന്നു എന്നത് തീർച്ചയാണ്. എന്നാൽ നിങ്ങൾക്ക് വെറും കൈയോടെ ഇവിടെ നിന്നും പോകേണ്ട ആവശ്യമില്ല. കയ്യിൽ എടുത്തുകൊണ്ട് പോവുക ആനന്ദമാകുന്ന ആ വസ്തു, ആനന്ദരൂപിയായ ആ അമൂല്യ വസ്തു, അതും തന്റെ കയ്യിൽ എടുത്തുകൊണ്ട് പോവുക. ഇത് തന്നെയാണ് ഞാൻ ആളുകളോട് പറയുന്നത്. കേൾക്കുക, മനസ്സിലാക്കുക, എന്നിട്ട് ആനന്ദം നേടുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടമായെങ്കിൽ ഇതേപ്പറ്റി കൂടുതൽ ചിന്തിക്കുക, വിചാരം ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ വളരെ നന്ദി. അതായത് നിങ്ങൾ ഇവിടെ വന്നു, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടു, ഞാൻ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ മുൻപിൽ വെക്കാൻ ആഗ്രഹിച്ചിരുന്നു, അത്ര തന്നെ. ശേഷം എന്ത് ചെയ്യണം എന്നത് നിങ്ങളിൽ നിർഭരമാണ്. കേവലം ഒരു ചെറിയ കാര്യം, അതായത് യാതൊന്നാണോ നിങ്ങൾ തേടുന്നത്, എന്താണോ നിങ്ങൾ അന്വേഷിക്കുന്നത്, അത് നിങ്ങളുടെ ഉള്ളിലുണ്ട്. ആ വസ്തു നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിൽ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും. എന്താണ് എന്റെ കൈവശം? എന്റെ കൈവശം കണ്ണാടിയുണ്ട്. ഈ കണ്ണുകൾ കൊണ്ട് നിങ്ങൾക്ക് എല്ലാം കാണാം. എന്നാൽ സ്വന്തം മുഖം കാണുവാൻ ആഗ്രഹിച്ചാൽ അതിനായി കണ്ണാടി വേണം. എന്റെ കൈവശം ജ്ഞാനമാകുന്ന കണ്ണാടിയുണ്ട്. ആർക്കാണോ തന്റെ മുഖം കാണേണ്ട ആവശ്യമുള്ളത് അയാളുടെ മുൻപിൽ കണ്ണാടി വെക്കുന്നു, ജ്ഞാനമാകുന്ന കണ്ണാടി വെക്കുന്നു. അതിനാൽ നിങ്ങൾക്കും സ്വയം കാണുവാൻ സാധിക്കട്ടെ. എന്തെന്നാൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും അറിയാൻ കഴിയും നിങ്ങൾ എത്രമാത്രം ധന്യനാണെന്ന്.